الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تقتلوا أنفسكم إن الله كان بكم رحيما ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചും പുലർത്തിയും ജീവിക്കണമെന്നും മഹാനായ റബ്ബുൽ ആലമീൻ നമ്മളോട് വിരോധിച്ചതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും അകന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഈ നശ്വരമായ ഭവനത്തിൽ കൈക്കൊള്ളണമെന്നും അവസാനം എന്നേക്കുമായി ഈ ദുന്യവി ജീവിതത്തോട് വിട ചോദിക്കുമ്പോഴും ഒരു യഥാർത്ഥ ഏകദൈവ വിശ്വാസിയായി ഒരു മുത്തഖിയായ അടിമയായി ഈ ലോകത്തോട് വിട ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നും എന്നോടെന്ന പോലെ തന്നെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ് അഥവാ ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യവിയായ ജീവിതത്തിലാണെങ്കിൽ പോലും ഏറ്റവും നല്ല നിലക്ക് ആഫിയത്തോടുകൂടി അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു കാരണത്താൽ അവൻ്റെ ശാരീരിക സൗഖ്യത്തിന് പോലും ഒരു വിഘ്നം വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. പരലോകത്തത് മാത്രമല്ല, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഹറാമാക്കിയ ഒരു വിഷയമാണ് ഇന്ന് യുവാക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ ഭാഷയിൽ ഖുർആനിൽ 3 പ്രാവശ്യം 3 ഘട്ടങ്ങളിലായിട്ട് ആ അറേബ്യൻ ജനതയിൽ പിടികൂടിയിരുന്ന, അവളിൽ പൂണ്ടുകിടന്നിരുന്ന ലഹരിയെ ഒറ്റഘട്ടത്തിൽ അവർക്ക് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കാൻ സാധിക്കുകയില്ല എന്ന് റബ്ബുൽ ആലമീൻ അറിയാം. അതുകൊണ്ട് അല്ലാഹു അവരെ 3 ഘട്ടത്തിലായി ആ ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. ഇന്ന് നമ്മുടെ മുന്നിൽ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരമായി ഉള്ളത് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥകളോ നമ്മുടെ ചില നിയമങ്ങളോ അല്ല, മറിച്ച് അതിന് പരിഹാരമായിട്ടുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അഭിഷേകമായി പഠിപ്പിച്ചത് അതിലേക്ക് നമ്മുടെ സമൂഹം തിരിച്ചു പോവുക എന്നല്ലാതെ വേറെ അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ ഒരു തരത്തിലും ഒരു നിലക്കും സാധ്യമല്ല. അത്രമാത്രം ലഹരി ബാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വസിയ്യത്ത് ചെയ്തിരുന്നു അവർ, ഞങ്ങൾ ഈ രാത്രിയിൽ മരണപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലുകൾക്കെങ്കിലും, നുരുമ്പിയ എല്ലുകൾക്കെങ്കിലും ലഹരിയുടെ പാനീയം നുകരാൻ ആ മുന്തിരിത്തോട്ടത്തിന്റെ മുന്തിരിയുടെ വള്ളിയുടെ ചുവട്ടിൽ ഞങ്ങളെ കബറടക്കണം എന്ന് വസിയ്യത്ത് ചെയ്യാൻ മാത്രം
ലഹരി എന്ന് പറയുന്നത് ആസക്തി, അവരുടെ ലഹരിയിലേക്ക് പൂണ്ടുപോയ സമൂഹത്തെ അള്ളാഹു മാറ്റിയെടുത്തത് ഏതെങ്കിലും ഭൗതികമായ നിയമാവലികൾ കൊണ്ടല്ല. മറിച്ച് അള്ളാഹുവിന്റെ ഒരൊറ്റ ചോദ്യമാണ്, ഫഹൽ അൻതും മുൻതഹൂൻ. മൂന്നാമത്തെ ഘട്ടത്തിലായി അള്ളാഹു നിരോധിച്ചപ്പോൾ നിങ്ങൾക്കിനിയും വിരമിക്കാൻ തയ്യാറില്ലേ എന്ന താക്കീദിന്റെ സ്വരത്തിൽ ഖുർആനിൽ ഇന്നും കാണുന്ന ആയത്ത്. ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസ്വാബു റിസ്ഉം മിൻ അമലി ശൈത്വാൻ. ശൈത്താനിന്റെ അമലാണെന്ന് പറയാതെ റിജ്സുൻ എന്ന് കൂടി ഖുർആൻ അവിടെ പറഞ്ഞു. തീർച്ചയായും മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടങ്ങളും ലോട്ടറി അടക്കമുള്ള ചൂതാട്ടങ്ങൾ, സാമ്പത്തിക അസമത്വങ്ങൾ, അതെല്ലാം തന്നെയും മിൻ അമലി ശൈത്വാൻ, ശൈത്വാനിന്റെ മാലിന്യത്തിൽപ്പെട്ടതാണ് എന്നാണ്. അത്രമാത്രം വെറുക്കപ്പെട്ട സാധനങ്ങളാണ്. അതുകൊണ്ടാണ് മിൻ അമലി ശൈത്വാൻ എന്ന് പറയാതെ മിൻ അമലി ശൈത്വാൻ, ശൈത്താന്റെ മാലിന്യമായപ്പെട്ട പ്രവർത്തനങ്ങളിൽപ്പെട്ടാണ്. ശൈത്വാൻ എന്ന് പറഞ്ഞ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അടുത്ത് നിർത്താൻ പറ്റാത്ത സാധനം. പിന്നെയാണോ അവന്റെ മാലിന്യം? അവന്റെ മാലിന്യമാണ് ലഹരി എന്ന് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യവാനാണ്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടികളെ കൊന്നുകളയരുത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വധിച്ചു കളയരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളെ തടികളെ കൊല്ലരുത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളെ തടികളെ, നിങ്ങൾ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ശരീരങ്ങളെ ഏറ്റവും വലിയ വിപത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരൊറ്റ മാർഗവും നിങ്ങൾ സമീപിച്ചു പോകരുത്. ഖുർആൻ വ്യക്തമായി അത് പറഞ്ഞു. ആത്മഹത്യ മാത്രമല്ല, മറിച്ച് മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന ലഹരി അടക്കമുള്ള എല്ലാവിധ സാമൂഹ്യ തിന്മകളിൽ നിന്നും ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ആയത്ത് മാത്രം മതി. നിങ്ങളെ തടികളെ നിങ്ങൾ കൊല്ലരുത്. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ, കുറെ കുറഞ്ഞു പോയിട്ടുണ്ട്. വലിക്കണോൽക്ക് പോലും നാണക്കേടുണ്ട്. ആ മറച്ചൊക്കെ വലിച്ചോളൂ, പണ്ടത്തെ മാതിരി അങ്ങനെ വലിച്ചൂല. അതേതായാലും അൽഹംദുലില്ലാ. ഈ ബീഡിയും സിഗരറ്റും വലിക്കുന്നത് പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത് മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തടികളെ കൊന്നുകളയരുത്. അതിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനത്തിലും നിങ്ങൾ ഏർപ്പെടരുത്. ശരീരത്തെ മനുഷ്യൻ ദുഷിപ്പിക്കരുത്. അപ്പോ തീർച്ചയായും ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹം ഉയരേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് എന്റെ തടിയെയാണ് ഞാൻ നശിപ്പിക്കുന്നത് എന്നെങ്കിലും ഓർക്കണം. പരലോകമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ തടിയെയാണ് ഞാൻ നശിപ്പിക്കുന്നത്, ആ തടിയെ നശിപ്പിക്കരുത് എന്ന് വിലക്ക് വന്ന വിഷയമാണ് ഖുർആനിൽ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. തീർച്ചയായും മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ നിലക്കുള്ള ഉപകാരങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂലിൽ ലഅനത്ത് ചെയ്ത വസ്തുതയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. എന്തിനെ? അൽ ഖംറ, ലഅന അൽ ഖംറ, ഖംറിനെ അല്ലാഹു എന്ന പദപ്രയോഗം ഉണ്ട് ട്ടോ. ലഅന അല്ലാഹു എന്നും കാണാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ. ഞാൻ അബൂദാബിയിൽ നിന്നാണ് വായിക്കുന്നത്. ലഅന റസൂലുള്ളാഹ്, ലോകത്തിന് മുഴുവനും കാരുണ്യമായി വന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ശപിച്ചിട്ടുണ്ടെങ്കിൽ ഉലമാക്കൾ മുഴുവൻ പറഞ്ഞു, ഒരു പാപം എന്ന് പറയുന്നത് വൻ പാപമാകുന്നത് എപ്പോഴാ ഒരു പാപം വൻ പാപമാല്? അതിന് ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്ന്, അല്ലാഹുവോ റസൂലോ ലഅനത്ത് ചെയ്യപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ അത് വൻ പാപമായിരിക്കും. അത് ചെറിയ പാപമില്ല, ചെറിയ പാപമല്ലത്. ഇവിടെ റസൂലുള്ള പലിശയെ ശപിച്ചതുപോലെ, പലിശ വാങ്ങുന്നവനെ ശപിച്ചതുപോലെ, ലഅനല്ലാഹു എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ള ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനെ? അൽ ഖംറ, മദ്യത്തെ തന്നെയും ശപിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വെറുപ്പുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് മദ്യത്തോട്. അത് ലഹരി വസ്തുക്കൾ, അത് കുത്തിവെക്കുന്നതാവട്ടെ, അതല്ലെങ്കിൽ വലിച്ചു കയറ്റുന്നതാവട്ടെ, അതല്ലെങ്കിൽ കുടിക്കുന്നതാവട്ടെ, എല്ലാം മനുഷ്യന്റെ ബുദ്ധിയെ മറയിടുന്നതാണ്. ഖംറ് എന്ന വാക്ക് ഖാമറയിൽ നിന്നാണ് ഉണ്ടായത്. ഖംറ് എന്ന വാക്ക് ഖാമറ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. എന്താണ് ഈ ഖാമറ എന്ന് പറഞ്ഞാൽ?
മനുഷ്യനെ മറക്കുക. മനുഷ്യന്റെ ബുദ്ധിയെ പ്രവർത്തിക്കാൻ സാധിക്കാതെ മനുഷ്യന്റെ ബുദ്ധിക്ക് തടയിടുന്ന സാധനമാണ് ഖംറ്. അതിനാണ് ലഹരി എന്ന് പറയുക. അത് എന്ത് തന്നെയായിരുന്നാലും. അന്നത്തെ കാലത്ത് കുടിക്കലേനി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇന്ന് കുടിക്കലല്ല പ്രധാനം, ഇന്ന് കുത്തിയക്കലും, ഇന്ന് വലിച്ചു കയറ്റലും, നാവിന്റെ അടിയിൽ വെക്കലുമാണ്. എന്ത് തന്നെയായിരുന്നാലും ഈ ആ കാലത്തുണ്ടായിരുന്ന ലഹരിയുടെ മുഴുവൻ ആപത്തുകളും ഇന്നത്തെ കാലത്തുള്ള ലഹരിയിലുമുണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലാ തരത്തിൽപ്പെട്ട ലഹരിയെയും റസൂലുള്ള ശപിച്ചിരിക്കുന്നു. അത് കുടിക്കുന്നവനെ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കി എന്താ അറിയോ, അതിപ്പോ ഞാൻ കുടിച്ചണമെന്നില്ലല്ലോ, ഞാൻ കച്ചവടം ചെയ്യല്ലേ, ഞാൻ ലഹരി ഇങ്ങനെ ഓനെ എത്തിച്ചു കൊടുക്കണല്ലോ, ഞാൻ ഉപയോഗിക്കണില്ലല്ലോ. ശരിക്ക് കേട്ടോളി മുസ്ലിം സമുദായം അള്ളാന്റെ റസൂല് പേരെടുത്തു പറഞ്ഞ വിഷയമാണോ അത്. ശാരിബഹ, അത് കുടിക്കുന്നവനെ, വസാഖിയഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിപ്പിക്കുന്നവനെ. കൂട്ടുകാരെങ്ങനെ പറയാലോ, ഒന്ന് കുത്തിച്ച് നോക്കിയാ, ഒന്ന് നാവിന്റെ അടിയിൽ വെച്ച് നോക്കിയാ, അതൊക്കെ ഇതിൽ പെടും. കുടിക്കുന്നവനെ മാത്രമല്ല കുടിപ്പിക്കുന്നവനെയും, അത് വിൽപ്പന നടത്തുന്നവനെയും. ഞാൻ കുടിച്ചണില്ല, ഞാൻ ഉപയോഗിക്കണില്ല, ഞാനിങ്ങനെ എത്തിച്ചു കൊടുക്കണുള്ളൂ. അത് വിൽപ്പന നടത്തുന്നവനെയും, അത് ആരാണോ ആ വിൽപ്പന നടത്തുന്നവനിൽ നിന്ന് വാങ്ങുന്നവൻ അവനെയും ശപിച്ചു. അത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവരെയും ശപിച്ചു. ആർക്ക് വേണ്ടിയാണോ ആ ലഹരി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അവനെയും ശപിച്ചു. അതിന്റെ കാരിയറെയും ശപിച്ചു. അതാണ്, ഞാൻ കുടിച്ചണമെന്നില്ല, ഞാൻ ഉപയോഗിക്കണില്ല, ഞാനിങ്ങനെ പൈസക്ക് ഇങ്ങനെ ഈ പണിയെടുക്കുക. അത് വഹിച്ചു കൊണ്ടുപോകുന്നവനെയും ശപിച്ചു. ആർക്ക് വേണ്ടിയാണോ അത് വഹിച്ചു കൊണ്ടുവരുന്നത് അവനെയും ശപിച്ചു. ശാപം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം, അള്ളാഹിന്റെ ശാപം എന്ന് പറയുന്നത് വൻ പാപമാണ്. അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഉപയോഗം അത് വൻ പാപമാണ്. ഇവിടെ ലഅന എന്നാ പറഞ്ഞത്, ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വൻ പാപമാണ്, നിസ്സാരമായ പാപമല്ല. അബൂദാവൂദിന്റെ 3674 നമ്പർ ഹദീസ്, ഇബ്നു മാജയുടെ 3380 നമ്പർ ഹദീസ്, സ്വഹീഹായ ഹദീസാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് ലഹരിയുമായി ഒരു ബന്ധവും ഒരിക്കലും പാടില്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി. റസൂലുള്ളാഹിക്ക് ഒരാൾ വലിയ കാര്യത്തിൽ ഇങ്ങനെ ഹദിയ കൊണ്ടുവന്നു കൊടുത്തു. ഇമാം മുസ്ലിമിൽ കാണുന്ന ഈ ഹദീസ്, മുസ്ലിമിൽ 1571 നമ്പർ ഹദീസ്. അങ്ങനെ റസൂലുള്ളാഹി മദ്യം നിരോധിച്ച ശേഷം തന്നെയാണ് കേട്ടോ, അങ്ങനെ ശറഹ് മുസ്ലിമൊക്കെ എഴുതി. മദ്യം മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നവവി ശറഹ് മുസ്ലിം പ്രസിദ്ധമായ ശറഹ് ഉണ്ട്, അതിന് ശറഹുൽ മുസ്ലിം എഴുതി, അത് നിരോധിച്ച ശേഷം തന്നെയാണ്. പക്ഷെ ഇയാൾ ഇത് അറിഞ്ഞിട്ടില്ല, ഇയാൾ ഈ മദ്യം നിരോധിച്ചറിഞ്ഞില്ല. അപ്പൊ ഇയാൾ വലിയ കാര്യത്തിൽ റസൂലുള്ളാഹിക്ക് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ റസൂലുള്ള തിരിച്ചു ചോദിച്ചു, ഹൽ അലിംത, നിനക്കറിയില്ലേ അന്നല്ലാഹ ഖദ് ഹറമഹ, അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്, ഖുർആനിലെ ആയത്തിലൂടെ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട് ഖിയാമത്ത് നാൾ വരെ എന്ന് നിനക്കറിയില്ലേ? കാല, അയാൾ സാധു തന്നെ, അയാൾ അറിയാ, നമ്മളെ മാതിരിയല്ല, കള്ളത്രല്ല, അയാൾ അറിയാത്ത മനുഷ്യനെ. കാലല്ല, എനിക്ക് അറിയില്ലേ നീ റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഒരു പണി ചെയ്തു. ഇത് കുടിപ്പിക്കലാ ഹറാമെന്ന ആ സാധുവിന്റെ വിചാരം. ഇത് കുടിച്ചലും കുടിപ്പിക്കലും മാത്രമേ ഹറാമുള്ളൂ എന്നാ. ഫസാറ ഇൻസാനൻ, അയാളെ ഉറ്റ സ്നേഹിതനായ ഒരു മനുഷ്യന്റെ ചൗട്ടിൽ ഒരു കാര്യം പറഞ്ഞു അയാൾ റസൂൽ ചോദിച്ചപ്പം. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, ബിമസാറർത, എന്താ അയാളുടെ രഹസ്യം പറഞ്ഞത്? ഇത്ര പാടണ്ടയിലൊക്കെ അറിയോ? അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചാണ് ഈ രഹസ്യം പറയുന്നത്. അതുപോലും റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ചോദിക്കുകയാണ്, എന്താ അയാളുടെ രഹസ്യം പറഞ്ഞത്? ഫഖാല, അയാൾ പറഞ്ഞു, അമർതുഹു ബിബൈഇഹാ, റസൂലേ കുടിക്കാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനത് വിൽക്കാൻ പറഞ്ഞത് അവനോട്. അപ്പോഴാണ് റസൂൽ ഇടപെടുന്നത്. ഫഖാല റസൂൽ, മഹാനായ ലോകത്തിന്റെ കാരുണ്യമായി വന്ന റസൂൽ പറഞ്ഞു, ഇന്നല്ലദീ ഹറമ ശുർബഹാ, കുടിക്കൽ ഹറാമായ ഒരു കാര്യം, ഹറമ ബൈഅഹാ, അത് വിൽക്കാനും പറ്റൂല. ഒക്കെ മനസ്സിലാക്കി വെക്കണം നമ്മള്. കുടിക്കൽ ഹറാമായ കാര്യം, ഉപയോഗിക്കൽ ഹറാമായ കാര്യം, ഉള്ളിലേക്ക് കഴിക്കണം കേട്ടോ, ഉള്ളിലേക്ക് കഴിക്കുക, ഭക്ഷിക്കുക, അത് ഹറാമാക്കിയ ഒരു കാര്യം, അത് വിൽക്കാനും പറ്റൂല. ആ സ്പോട്ടിൽ തന്നെ ആ മനുഷ്യൻ അയാൾ ആ പാത്രം അപ്പൊ തന്നെ, ആ മസാദ് എന്ന് പറഞ്ഞാൽ സാദ് വഹിക്കുന്ന, ആ ഭക്ഷണം വഹിക്കുന്ന പാത്രം
അയാൾ അപ്പോൾ തന്നെ അതിലുള്ളത് മുഴുവനും അയാൾ ഫതഹന ഒഴിക്കാണ് കളഞ്ഞു. ഇമാം നവവി റഹ്മഹുല്ലാ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കാര്യം പറയുന്നുണ്ട്. ഇവിടെ മദ്യം ഉപയോഗിച്ച പാത്രമാണെങ്കിൽ അത് പറ്റപ്പോട്ടെ, ഇനി എനിക്ക് വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. മദ്യമാണ് അയാൾ ചൊരിച്ചത് കളഞ്ഞത്, ബാക്കി പാത്രത്തിന് അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മദ്യം സൂക്ഷിച്ച പാത്രമാണെങ്കിൽ പോലും മദ്യത്തെ ഉപേക്ഷിക്കുക എന്നല്ലാതെ പാത്രം തല്ലിപ്പൊളിക്കേണ്ടതില്ല. എന്നാൽ പിന്നെ അബൂ തുൽഹത്തുൽ അൻസ്വാരി മദ്യം നിരോധിക്കുന്ന വാർത്ത കേട്ടുകൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ മദ്യവ്യാപാരിയായിരുന്ന അബൂ തുൽഹത്തുൽ അൻസ്വാരിയും കൂട്ടരും പിന്നെ എന്തിനാ അടിച്ചു പൊളിച്ചത്? പാത്രം അടിച്ചു പൊളിച്ചല്ലോ. അതിനും മറുപടി പറയുന്നുണ്ട് ശർഹ് മുസ്ലിമീൻ നവവി. അത് ഓലവകയായിട്ട് ഓല് ചെയ്തതാണ്, അള്ളാന്റെ റസൂല് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പാത്രമൊക്കെ അവന്റെ അടിച്ചു പൊളിച്ചാളി എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. അത് ഓലവക ഓല ഇഷ്ടം പറയാൻ ചെയ്തു. ഉൽക്കാൻ ഹറാമിനോട് അത്ര ഇതായിട്ടുണ്ട്, അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ മസ്അലകളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. വെറും ഹദീസിന് പഠിച്ചാൽ പോരാ, ഇതിന്റെ മസ്അലകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്കണം. അപ്പൊ തീർച്ചയായും അത് എല്ലാ നിലക്കും ഹറാമാണ്. കച്ചവടം ചെയ്യലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യം വിളമ്പുന്ന ഒരു കല്യാണ സദസ്സിലേക്ക് ഒരു മുഅ്മിൻ അറിഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുകയില്ല. അത്രമാത്രം വിദൂരതയിൽ നിർത്തുന്ന വിഷയമാണ്. ഇമാം തബറാനി വളരെ സ്വഹീഹായ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കെങ്കിലും പരലോകത്തിലും അല്ലാഹുവിലും വിശ്വാസമുണ്ടെങ്കിൽ അവനാണല്ലോ മുഅ്മിൻ എന്ന് പറയാ. അല്ലാഹുവിന്റെ റസൂൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കാൻ പാടില്ല, അലാ മാഇദത്തിൻ, ഒരു മേശക്ക് ചുറ്റും ഇരിക്കാൻ പാടില്ല, യുശ്റബു അലൈഹൽ ഖംർ, അവിടെ ലഹരി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾ തിന്നുന്നില്ല, നമ്മൾ കുടിച്ചണില്ല, നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നുക, നമ്മൾ ആ കല്യാണത്തിൽ പങ്കെടുക്കാം, തോടാൻ പോകില്ല, ഒരു മുഅ്മിനെ കിട്ടൂല. മനസ്സിലായിക്കൊള്ളി. അതൊക്കെ അറിയണം. വലിയ വലിയ കല്യാണത്തിലൊക്കെ ഉണ്ടാവും രാത്രി ചെക്കന്മാർ വന്നിട്ടുള്ള പരിപാടി, അവിടേക്ക് അടുക്കൂല ഒരു മുഅ്മിൻ. അത്രമാത്രം ലഹരിയെ ദൂരത്ത് നിർത്തിയ മതമാണ് ഈ മതം. മനസ്സിലാക്കണം. ആ കല്യാണത്തിന് പോകാൻ അവനെ കിട്ടൂല. അത്രമാത്രം. തൊബറാനി സ്വഹീഹായ ഹദീസാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാമുൻ, തോനയായാൽ ലഹരിയാകുന്നത് ഫഖലീലുഹു ഹറാം, അതിന്റെ അല്പം പോലും പറ്റൂല. ഒന്ന് കുത്തിച്ചിട്ടുള്ളൂ, ഞാൻ ഒന്ന് കുത്തിച്ചിട്ടുള്ളൂ. അത് റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന് ഖുർആൻ പറഞ്ഞോർത്ത് ശ്രദ്ധിക്കണം. ഒരിക്കൽ കുത്തിച്ചാൽ മതി, പിന്നെ രണ്ടാമത് കുത്തിയേക്കാൻ പിന്നെ ഓൻ ആരും പറയേണ്ട ആവശ്യമില്ല. ഓൻ അതിന്റെ അടിമയായി അതോടുകൂടി. അതാണ്. അതുകൊണ്ട് ആ ഖുർആൻ നജസാണെന്ന് പറഞ്ഞത്. ശൈത്താൻ ചവച്ചു തുപ്പിയ നജസാണ് അവൻ ഉപയോഗിക്കുന്നത്. റിജ്സും മിൻ അമലി ശൈത്വാൻ. ഖുർആന്റെ പദപ്രയോഗം എത്ര കൃത്യമാണ്. അത് ഒരൊറ്റ പ്രാവശ്യം ഒരു തുള്ളി കുടിച്ചാൽ മതി. അൽ കൗസുൽ ഊല എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊരു പുസ്തകത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അൽ കൗസുൽ ഊല, ഒന്നാമത്തെ കോപ്പയാണ് എന്നെ പറ്റിച്ചത്. ആ ഒറ്റ കോപ്പയോടുകൂടി പിന്നെ ഞാൻ അതിന്റെ അടിമയായി. അതുപോലെ ഒരു ലഹരിയുടെ ചെറിയ ഒരു രൂപത്തിലുള്ള നാവിൽ വെച്ചാൽ മതി. നമ്മുടെ രക്ഷിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ പൊന്നുപോലെ ഭക്ഷണം കൊടുത്തു വളർത്തുന്ന നമ്മുടെ മക്കൾ ഏറ്റവും വലിയ ഈ വിപത്തിന്റെ അടിമയായി മാറാൻ അധിക സമയം വേണ്ടി വരില്ല. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, അവരുടെ കൂട്ടുകാരാരാണെന്ന് ശ്രദ്ധിക്കണം. കൂട്ടുകാരോടാണ്, കൂട്ടുകാരുടെ മതത്തിലായും കൊണ്ടിട്ടാണ് അവൻ ജീവിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഞാൻ വായിച്ചിരുന്നു. അതോടൊപ്പം എന്റെ കുട്ടിക്ക് സ്കൂളിൽ ആരുമായിട്ടൊക്കെയാണ് ബന്ധം, പ്രത്യേകിച്ച് പ്ലസ് ടുവിലും അതുപോലെ ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് വരെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വിദ്യാലയമാണല്ലോ മനുഷ്യന്മാർക്ക് ഇപ്പം ഏറ്റവും സൗകര്യം. ഫീസ് കൊടുക്കേണ്ടല്ല കാര്യമായിട്ട്. മറ്റത് മുതലാളിമാർക്ക് മാത്രം പറ്റുന്നതാണ് ഈ ഫീസ് കാര്യമായിട്ട് കൊടുത്ത് സ്വകാര്യ വിദ്യാലയം. അപ്പൊ തീർച്ചയായും ഇവിടുത്തെ സാധാരണക്കാരെപ്പോഴും ശ്രദ്ധിക്കണം. ആ ലഹരിയുമായി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംർ എന്ന് പറയാം. അതിനൊക്കെ തന്നെയും മദ്യം എന്ന് പറയാം. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാം. ധനിച്ച വമ്പിച്ച കുറ്റമായിരിക്കുന്ന ഹറാമാണ്, ചെറിയ കുറ്റമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വമ്പിച്ച കുറ്റമായ ഹറാമാണ്. എങ്ങനെയാണ് ഒരു മുഅ്മിന് ഇതുമായി ബന്ധപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ രൂപത്തിൽ നമ്മൾ ബോധവൽക്കരിക്കണം. നമ്മുടെ മക്കളെ അതുമായി ഒരു ബന്ധവും പാടില്ല എന്ന് തീർത്തു പറയണം. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ വേറെയുള്ള ഒരുപാട് കാര്യങ്ങൾ
ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. നമ്മള് അമ്പെയ്ത്ത് മത്സരം റസൂലുള്ള പഠിപ്പിച്ചിരുന്നു, നീന്തൽ മത്സരം റസൂലുള്ള പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയോ? ഈ ജാതി കുറെ ഇപ്പൊ മനഃശാസ്ത്രന്മാരെ വരെ പറയുന്നുണ്ട്, കരാട്ടെ വരെ പഠിപ്പിക്കണം കുട്ടികളെ. കാരണം ഇങ്ങനെയുള്ള ലഹരിയിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്താൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഈ ഇസ്ലാം അനുവദിച്ച കളികൾ. ഇസ്ലാം അനുവദിക്കാത്ത കളിയല്ലേ പറഞ്ഞേ, ഇസ്ലാം അനുവദിച്ച കളികൾ. അത് ചിലപ്പോൾ അയക്ക് പറഞ്ഞയച്ചാൽ ഒരു പക്ഷേ അവൻ ഈ ലഹരിയിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും. അത് അതിന്റെ ഭൗതികമായൊരു പരിഹാരമാണ്, ഖുർആനാണ് നിർദ്ദേശിക്കുന്ന പരിഹാരമാണ്. നിങ്ങൾ വിരമിക്കാനായിട്ടില്ലേ എന്ന ചോദ്യം. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയും അവന് രക്ഷയില്ല. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു വളരെ വ്യക്തമായ ഒരു ഹദീസുണ്ട്, മദ്യപാനിക്ക് അവിടെയും രക്ഷയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, വമൻ ശരിബൽ ഖംറ, ആരെങ്കിലും മദ്യം സേവിച്ചാൽ, ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ച് മദ്യം ഒരു തുള്ളി മതി, ഒറ്റ കുത്തിയപ്പ് മതി, അതെങ്ങാനും എടുത്താൽ സുമ്മലം യതുബു മിൻഹാ, പിന്നെ പശ്ചാത്തപിക്കാതെയാണ് ഈ ലോകത്തുനിന്ന് അവൻ മരിച്ചു പോയത്. ശിർക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒറ്റ പ്രാവശ്യം വന്നു, പക്ഷെ പശ്ചാത്താപല്ല. പശ്ചാത്തപിക്കാതെ മരിച്ചാൽ ഹുരിമ ഫിൽ ആഖിറ, നാളെ പരലോകത്ത് അവനത് കിട്ടൂല, ഒരു തുള്ളി പോലും കൊടുക്കൂല. അല്ലാഹുവാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. പശ്ചാത്തപിക്കുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച്, പശ്ചാത്തപിക്കാതെയാണ് മരിച്ചു പോയതെങ്കിൽ അവനൊരു തുള്ളി പോലും കിട്ടുകയില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. ഇമാം നബവി ഈ ഹദീസ് വിശദീകരിച്ചു പറഞ്ഞുണ്ട്, ഫിൽ ജന്നതി, സ്വർഗത്തിൽ വെച്ച് തന്നെയാണ് ആ പറഞ്ഞത്. സ്വർഗത്തിൽ എന്നുണ്ട് ഇമാം നബവിയുടെ ഈന്. ആ സ്വർഗത്തിൽ കടക്കാൻ അവന് അള്ളാഹു അനുവാദം കൊടുത്താൽ പോലും അത് കിട്ടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്ന ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുക. എപ്പോഴും കടന്നു വരാകുന്ന ഒരു വൻ ചിന്മയാണിത് മക്കളിലേക്ക്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിന്റെ വാക്കുകൾക്ക് നമ്മൾ വില കൽപ്പിക്കണം. ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ലേ എന്ന ചോദ്യം നമ്മുടെ നെഞ്ചകങ്ങളിലേക്കാണ്, നമ്മോടാണ്. നിങ്ങൾക്ക് ഇന്ന് ഒഴിവാനായിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾക്ക് അനുസൃതമായി കൃത്യമായ ജീവിത നടപടികൾ കൈക്കൊണ്ട് യഥാർത്ഥ മുവഹിദുകളായി മുത്തഖീങ്ങളായി മരിച്ചു പോകാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ-മുതകബ്ബിരിൽ ജബ്ബാർ അൽ-വലിയിൽ മന്നാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കണം എന്നുണർത്തുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗമെന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ്. ഞാൻ ഇമാം നവവിയുടെ ആ ശറഹ് മുസ്ലിം വായിച്ചപ്പോൾ, ഈ മദ്യം അവന് അവിടുന്ന് കിട്ടൂല, അള്ളാഹ് കൊടുക്കൂല, അവൻ സ്വർഗത്ത് കടന്നാൽ തന്നെ അവന് കിട്ടൂല അവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇമാം നവവി അവിടെ വ്യക്തമായി വേറെ കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും മുന്തിയ ഭക്ഷണങ്ങളിൽപ്പെട്ട ഒരു പാനീയങ്ങളിൽപ്പെട്ട ഒരു പാനീയമാണ് ലഹരി എന്ന്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുണ്ട്. അല്ലാഹു പറയുന്നു, മസലുൽ ജന്നത്തില്ലതി വഅദൽ മുത്തഖൂൻ. അല്ലാഹുവിനെ ഈ ലോകത്ത് പേടിച്ച് ജീവിച്ച ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ട് ശരിയായ ഏകദൈവ വിശ്വാസിയായി റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഏറ്റവും സ്നേഹത്തോടെ പിന്തുടർന്ന മുത്തഖിയായ മനുഷ്യൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദാഹരണം പിന്നെ ജന്ന വഅദൽ മുത്തഖൂൻ, സ്വർഗ്ഗലോകം വാഗ്ദാനം പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. ഫീഹാ അൻഹാറും മിൻ മാഇൻ, വെള്ളത്തിനാലുള്ള അരുവികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അത് ഖുർആൻ ഓരോ സ്ഥലത്ത് പറഞ്ഞാണ്. തജ്രി മിൻ തഹ്തിൽ അൻഹാർ, ഒരുപാട് നദികളും പുഴകളും അവന്റെ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ വെള്ളത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഗൈറു ആസിനിൻ, ഒരിക്കലും പകർച്ച ബാധിക്കാത്ത. നമ്മളിവിടെ വെള്ളം എടുത്ത് വെച്ചാൽ പലപ്പോഴും വെള്ളത്തിനൊക്കെ പല രുചിഭേദമൊക്കെ വരും. അങ്ങനെയുള്ള യാതൊരു പകർച്ചയും ബാധിക്കാത്ത വെള്ളം, അങ്ങനെയുള്ള അരുവികൾ. വഅൻഹാറും മിൻ ലബനിൻ, പാല് കൊണ്ടിട്ടുള്ള അരുവികൾ. ലം യതഗയ്യർ തുഅമു, അതിന്റെ രുചിക്ക് അല്പസ് പോലും വ്യത്യാസം വരൂല. നമ്മളെ പാല് എന്ന് പറഞ്ഞാൽ പാലെടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കളി കണക്കാ.
അങ്ങനത്തെ പാലല്ല അവിടെ കുടിപ്പിക്കപ്പെടുക മുത്തഖീങ്ങൾക്ക്. കണ്ടോ, മദ്യത്തിന്റെ അരുവികളുണ്ട് അവിടെ. കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായിട്ടുള്ളത് എന്നാണ് ഖുർആനെ പറ്റി പറഞ്ഞത്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയം അതവിടെ തടയപ്പെടും അവന്. കാരണം അവൻ ഇവിടുന്ന് അത് ഉപയോഗിച്ചു എന്നാണ് ഇമാമിന് പറഞ്ഞത്. ഇവിടുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഉപയോഗിച്ചു. തോബ ചെയ്താൽ മരിച്ചു ചെയ്തു. ആ ചെയ്തിൽ തോബല്ലാതെ മരിച്ചു. അതുപോലെ സ്വർഗത്തിലെ പാനീയമാണ് തേന് എന്ന് പറയുന്നത്. മുസഫ, വളരെയേറെ ശുദ്ധീകരിക്കപ്പെട്ട തേന്. എന്താണ് ആ ശുദ്ധീകരിക്കപ്പെട്ടത്? അള്ളാഹ്ക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. ആ രൂപത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട തേൻ ആ സ്വർഗവാസികൾക്ക് അള്ളാഹു കൊടുക്കും. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ കായ്കനികളിൽ നിന്നും. പഴവർഗ്ഗങ്ങളെ പറ്റി അവിടെ അള്ളാഹു ഫാക്കിയത്ത് ഫവാക്കി പറയുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പഴവർഗ്ഗമല്ലാത്ത കായ്കനികൾ, ആ കായ്കനികളൊന്നും ദുനിയാവിലെ കായ്കനിയുമായി ഒരു ബന്ധവുമില്ല. എത്രയോ മുന്തിയ സാധനങ്ങളാണ് അതൊക്കെ. ഈ പറയപ്പെട്ട എല്ലാം അങ്ങനെയാണ്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ഈ വിധമുത്തിലുള്ള എല്ലാ കായ്കനികളും എല്ലാ നിലക്കുമുള്ള ലദ്ദത്തുൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ ആസ്വാദ്യകരമായിട്ടുള്ള പാലും അതുപോലെ തന്നെ മദ്യവും മദ്യത്തിന്റെ ചഷകങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ലഹരിയുമായി ഒരു ബന്ധവും പുലർത്തുകയില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയാണ് അങ്ങനെയുള്ള സ്വർഗലോകത്തിന്റെ ഏറ്റവും മുന്തിയ അഹ്ലുകാരായി നമ്മൾ മാറണമെങ്കിൽ നമുക്കൊരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ അനുഗമിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ഖുർആനിൽ എന്ത് പറഞ്ഞു, എങ്ങനെ സ്വഹാബത്ത് നന്നായി തീർന്നു, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ സ്വഹാബത്തിനെ മാറ്റി തീർത്തു, അത് മാത്രമേ നമുക്കിടെ മുമ്പിൽ പരിഹാരമുള്ളൂ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയുകയുണ്ടായി, ഈ സമുദായത്തിന്റെ അവസാനം ഒരിക്കലും ലാ യസ്ലുഹു അവ്വലു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ അവസാനം നന്നാവുകയില്ല ഇല്ലാ ബിമാ സ്വലുഹ അവ്വലുഹു, ഈ സമുദായത്തിന്റെ ആദ്യം സ്വഹാബത്ത് എങ്ങനെയാണോ നന്നായി തീർന്നത് അതുകൊണ്ടല്ലാതെ ഈ സമുദായത്തിനെ നന്നാക്കാൻ അത് പരിശുദ്ധ ഖുർആനും ഹദീസുമാണ്. അല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്ന് 1300 വർഷങ്ങൾക്ക് മുമ്പ് 300 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രതിവചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൈക്ക് മടങ്ങിപ്പോയേ ഉള്ളൂ. നമുക്ക് ഇനി വേറെ പരിഹാരമൊന്നുമില്ല. ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു, അവിടെ ജീവിക്കാം. എന്നാൽ നമ്മളെ ദുനിയാവിലെ ജീവിതവും സാർത്ഥകമാകും. പരലോകത്ത് ഏറ്റവും മുന്തിയ സ്ഥാനം സ്വർഗം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ വിധത്തിലുമുള്ള ലഹരികളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള തോന്നിയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ജനതതികളെയും തടഞ്ഞു നിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയായ തൗഹീദ് ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സന്തോഷത്തോടെ ഉച്ചരിച്ച് മരിച്ചു പോകാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസംഘർഷങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ വിഷമങ്ങളും സർവശക്തനായ അള്ളാഹുവേ നീ അറിയുന്നവനാണ്. എല്ലാത്തിനും നിനക്ക് മാത്രമാണ് പരിഹരിക്കാൻ സാധിക്കുക. നിന്നോട് ഞങ്ങൾ ആവലാതിപ്പെടുകയാണ്. ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും ഞങ്ങളുടെ സാമ്പത്തികവും അല്ലാത്തതുമായ എല്ലാ ബാധ്യതകളും വിഷമങ്ങളും നീ തീർത്തു തരികയും റാഹത്തോടുകൂടി ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായി ജീവിച്ച് സന്തോഷത്തോടെ മരിച്ചു പോകാൻ ഞങ്ങളെ നീ ഉദവി ചെയ്യണമേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മുഅ്മിനീങ്ങളായി മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ മഹത്തായ മഹാസമ്മാനമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യണമേ തമ്പുരാനെ. സമുദായത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള എല്ലാവിധ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم برحمتك يا رحمن.